ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് നഗരസഭാ ഭരണം കോൺഗ്രസ് പിടിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ഇത്തവണ ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. തർക്കം കാരണം ഭരണം നഷ്ടപ്പെട്ട കഴിഞ്ഞകാല അവസ്ഥ കോൺഗ്രസിനോ യു.ഡി.എഫിനോ ഇല്ല. ചില ചാനലുകളും പത്രങ്ങളും വഴി കോൺഗ്രസിനെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലും തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും ഒക്കെ പരസ്യമായി പ്രകടമാക്കിയതിന്റെ കൂടെ ഒരു പരിണിത ഫലമാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ഈ പാലക്കാട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കണമെന്ന് ഒരു മനസ്സോടുകൂടി തീരുമാനമെടുത്തതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് 53 സ്ഥാനാർത്ഥികളെയും വളരെ ഐക്യകണ്ഠേന നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടി ഈ അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. രണ്ട്, ഈ വർഗീയ ശക്തികളെ, ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ നഗരസഭാ ഭരണത്തെ അവസാനിപ്പിക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ചെയ്യും. തീർച്ചയായിട്ടും യു.ഡി.എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകും. ബി.ജെ.പിക്ക് ഇന്നും മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി.ജെ.പിയിൽ ഹൈന്ദവരെ ജാതി തിരിച്ച് പട്ടിക ഉണ്ടാക്കിയെന്ന് ആരോപണം വരുന്നുണ്ട്. ബി.ജെ.പി ഭരണത്തിന് അന്ത്യം കുറിക്കും. ഇവരെ ഇറക്കാൻ വർഗീയ കക്ഷി ഒഴികെ ആരുമായും കൂട്ടുകൂടും. ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം. പ്രിയ അജയനെയും പ്രമീള ശശിധരനെയും കുറിച്ച് പരാമർശത്തിലാണ് ഈ നിലപാട്. സന്ദീപ് വാര്യർ പാർട്ടിയിലെത്തിയത് വർഗീയ നിലപാട് തിരുത്തി മാപ്പ് പറഞ്ഞപ്പോഴാണ്. അതുപോലെ ആർക്കും വരാമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഞങ്ങൾ പരസ്യമായി പറഞ്ഞു. പാലക്കാട് എം.എൽ.എ അതല്ല ഉദ്ദേശിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം യു.ഡി.എഫിന്റെ എം.എൽ.എ ആണ് ഇന്നും. എന്താണ് നടപടി? ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണ് ഈ ഓട്ടം? അദ്ദേഹം യു.ഡി.എഫിന്റെ എം.എൽ.എ ആണ്. താൽക്കാലികമായ നടപടിയാ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയുടെ നടപടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് യു.ഡി.എഫിന്റെ എം.എൽ.എ ആണ്. അദ്ദേഹത്തെ അതെ ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി. അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല. ഇല്ല, ഞാൻ പറയാം, അത് പറയാം. അതായത് സ്ഥാനാർത്ഥി യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികളാണ്. എം.എൽ.എക്ക് സസ്പെൻഷനിലായ എം.എൽ.എക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ മുൻ എം.എൽ.എ വന്ന് അഭിവാദ്യം അർപ്പിച്ച ഒരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു. അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും പാർട്ടിക്കാരും സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അത് സ്വീകരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോഡുകളിൽ അസ്വസ്ഥതയുള്ളത്? എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടിയും ഈ സമൂഹത്തിലുണ്ടോ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ്. നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ? അല്ല, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം നിഷേധിക്കാം, അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം. എന്റെ സ്വഭാവമായിരിക്കില്ല തങ്കപ്പന്റെ സ്വഭാവം. തങ്കപ്പന്റെ സ്വഭാവമാവില്ല സി ചന്ദ്രന്റെ സ്വഭാവം. എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല. അദ്ദേഹം യു.ഡി.എഫിന്റെ എം.എൽ.എ ആണ്. അദ്ദേഹം എം.എൽ.എ സ്ഥാനം രാജിവെച്ചിട്ടില്ല. യു.ഡി.എഫ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുന്ന. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോളിട്ടു, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാലക്കാട് നഗരസഭ പോയി നോക്കുക, അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ RSSന്റെ നേതാക്കന്മാരാവാം, CPM-ന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവിടെ ആർക്ക് വേണ്ടി വരാലോ. ഇപ്പൊ അവിടെ എം.എൽ.എ പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് എം.എൽ.എ പോയി? എന്തൊരു ആരോപണം അത്! വിചിത്രമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കളയണ്ട. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ടാണ്. അവർക്ക് പ്രവർത്തിക്കാം, അവർക്ക് സ്വപ്നം കാണാം. 53-ൽ 53 കിട്ടണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഒരു കാര്യം, അടിപതറിയ അടിത്തറ തകർന്ന ബി.ജെ.പിക്ക് അത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം
അവരുടെ പാർട്ടി തന്നെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു, പലരെയും വെട്ടിനിരത്തുന്നു. ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞ് ആ ഹിന്ദു മതത്തിലെ ഒരുപാട് സമുദായങ്ങളെ അവഗണിക്കുന്നു. അതിൽ ശക്തമായ പ്രതിഷേധം അണികളിലുണ്ട്. പല നേതാക്കന്മാർക്കും മത്സരിക്കാൻ പറ്റിയിട്ടില്ല. പണ്ട് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഇപ്പൊ ചുരുട്ടി മടക്കി വീട്ടിലിരിക്കുകയാണ്. മനസ്സിലായില്ല? ആ കുടുംബത്തെ ഒരംഗത്തിനെ പോലും വോട്ട് ചെയ്യിക്കാൻ കഴിയാതെ അനധികൃതമായി വെട്ടിമാറ്റി പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി അത് അനുവദിച്ചു വെച്ചാൽ BJPയുടെ സംസ്ഥാന നേതാവിന് കിട്ടിയ കരണത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.